ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ സിസ്വൽ. ഇത് നമ്മൾ കാണിക്കാൻ പോണത് ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് കേട്ടോ. തനിമ ഫാമിലി ലൈഫിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. അന്ന് നമ്മൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഇതിൽ കാണിക്കാനുണ്ട്. അപ്പം ഈ പ്രാവശ്യം നമ്മൾ പോയത് ESI കോർപ്പറേഷനിൽ നിന്ന് റിട്ടയർ ചെയ്തവരുടെ കൂടെയാണ്. സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യണത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോളുക, ഇവിടെ നിന്നാണത്. നമ്മുടെ കൂടെ ഒരു ഗൈഡിനെ അവർ അയക്കും. ആ ഗൈഡിനെ അവർ ഇവിടെ ഇപ്പം ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡിൻ്റെ പേര് റിസ്വാൻ എന്നായിരുന്നു. അപ്പോൾ റിസ്വാൻ നോക്കിയിട്ട് ഞങ്ങളവിടെ നിൽക്കുകയാണ്. അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ബംബിൾസ് നാരങ്ങയുടെ പോലെ നല്ല മഞ്ഞ കളറിൽ നല്ല പഴുത്ത പഴം ഉണ്ടായി നിൽക്കുന്നുണ്ട്. എന്ത് പേരാണെന്ന് അറിയില്ല. എന്നാൽ ഞങ്ങളിതേ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടോ. അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത ഈ രണ്ട് വീഡിയോയിലും കാണിച്ചു തരാത്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം കാണിച്ചു തരുന്നത് കേട്ടോ. അവർ വലയിട്ടിട്ട് മീൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിന് തന്നെ കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ നമ്മൾ വലയിട്ട് മീൻ പിടിക്കുന്ന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു പാലുണ്ട് കേട്ടോ. ആ പാലത്തുമ്മ കയറി നിന്നിട്ടാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണാൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് അവർ കുറച്ച് തീറ്റ നമുക്ക് കൊണ്ടുവന്നിരും. മീനുകൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് തീറ്റ. അത് നമ്മൾ ബക്കറ്റിൽ നിന്ന് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം മീനെ കിട്ടാൻ വേണ്ടിയിട്ട്. വല താഴ്ത്തണത് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വല ഉയർത്തണത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വലിച്ച് വല ഉയർത്തുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 18 അടി ആഴമുണ്ട്. അങ്ങനെ വല പൊന്തി വരണുണ്ടോ? വല പൊന്തി വരുമ്പോൾ ആ കട്ട താഴ്ത്തോട്ട് താഴും, വെള്ളത്തിൻ്റെ ഉള്ളിൽ താഴും. വല പൊന്തി വരുമ്പോൾ അത് വല പൊന്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. സൂക്ഷിച്ചേക്ക് നമുക്ക് കാണാം. നോക്കാം, പരിക്ക് വല മുഴുവനും പൊന്തി വന്നു. പക്ഷെ ഒരൊറ്റ മീനെ കിട്ടിയില്ല. ഭാഗ്യമില്ല എന്ന് പറയാം. എല്ലാവരും ഇപ്പോൾ വല നിറച്ച് മീനുണ്ടാവും ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞിട്ട് നിൽക്കണത്. അങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോൾ ഒറ്റ മീനെ കിട്ടിയില്ല. ഇതിലെന്തായാലും കയറാം, ഇതിൽ കുഴപ്പമില്ല. അവരതിന് ശേഷം ആ വല പഴയ പോലെ തന്നെ ആക്കണം കേട്ടോ. കണ്ടോ, പഴയ പോലെ ആക്കി വയ്ക്കണം. കാണുന്നത് ഇതവിടെ തന്നെയുള്ള നല്ലൊരു അക്വേറിയാണത്. അതാണ് ബോട്ടിങ് നടക്കുന്നതിൻ്റെ അരിയിലാണ് മാത്രം. ഇതാണ് നമ്മൾ ബോട്ടിങ് നടത്തുന്നത് കേട്ടോ. ബോട്ടിങ് നടത്തുന്ന സ്ഥലം ഇതാണ്. പിന്നെ നമ്മൾ പോയത് പാമ്പിനെ പിടിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു കേട്ടോ. നമുക്ക് കയ്യോറൊക്കെ ഇട്ട് തരും, എന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പാമ്പിനെ പിടിക്കാം. അങ്ങനെ പാമ്പിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. ഈ പ്രാവശ്യം നമ്മൾ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലത്തെ പാമ്പല്ല കേട്ടോ. ഇപ്രാവശ്യം വണ്ണം കുറഞ്ഞിട്ട് നല്ല നീളത്തിലുള്ള പാമ്പായിരുന്നു ഇപ്രാവശ്യം. ഇതേ പാമ്പിനെ പിടിച്ചങ്ങനെ ഉണ്ടോ ഓരോരുത്തർ നോക്കും. കയ്യിൽ പിടിച്ചേക്കണം. മേത്തേക്ക് കയറണോ?
പിടിച്ചു കഴിഞ്ഞാൽ ഇതായിട്ടാ നല്ലതാ. പക്ഷെ എനിക്ക് പേടി വിഷമില്ല. വിഷം ഉണ്ടാവില്ല. ഞാനിത് തണുപ്പുണ്ടാ? നാളെ വലിയ തരണം കണ്ടല്ലോ. ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനെന്തേ പാമ്പിനെയൊക്കെ പിടിച്ചു. എന്നാലും പേടിയാണ്. അത് അനങ്ങുമ്പോ ഒരു പേടി. അല്ലേ കണ്ട എന്റെ ശരിക്കുള്ള മുഖം കണ്ടോ നിങ്ങൾ? കണ്ടോ? ഈ അക്കറിയത്തിൽ നമുക്ക് കൈയിട്ടിട്ട് കയ്യിൽ ആ മത്സ്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാട്ടോ. പിടിക്കുകയൊക്കെ ചെയ്യാം മത്സ്യങ്ങൾ. അതിനിടയ്ക്ക് അവിടെ നല്ല ചുമന്ന താമരപ്പൂവ് കണ്ടായിരുന്നു. വിരിഞ്ഞതും വിരിയാത്തതൊക്കെ ഉണ്ടായിരുന്നു. മുട്ടയിൽ നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് പിടിച്ചു കേട്ടോ. അപ്പം നോക്കുമ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കണു. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് അതിനകത്ത് കയറിയിരുന്നു. ഊഞ്ഞാലാടുന്നു. ഊഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എന്താണെന്ന് അറിയില്ല. ചെറുപ്പം മുതൽ ഒത്തിരി ഊഞ്ഞാൽ അടിക്കുന്ന കാരണമാണെന്ന് അറിയില്ല. ഊഞ്ഞാൽ കണ്ട അപ്പം ഞാൻ കയറിപ്പോയിരിക്കും. മുകളിൽ കൂടി ഒരു കേബിൾ കാർ പോണ കണ്ട. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം തനിമ കാണാൻ പോകുമ്പോൾ ആ കേബിൾ കാർ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറി ഞങ്ങൾ പോയിട്ടാണ്. ആദ്യത്തെ പ്രാവശ്യം അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. ഇതുമ്മ കയറി ഇരുന്നിട്ട് കറങ്ങാം. തല കുത്തി മറിഞ്ഞ് വീണ പോലെ വരാം. ഞാനും കയറി. ആ പടത്തിൻ്റെ മുഖം നോക്കിയാൽ ഞാനും കൃഷ്ണേട്ടനാണത്. കണ്ടോ? ഞങ്ങൾ കേബിൾ കാറിൽ പോണതാണ് കേട്ടോ. എല്ലാവരും ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് പോയത് മാത്രം. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അത് പൂക്കളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചെന്നപ്പോൾ നോക്കിയാൽ കായായി ഒടുങ്ങി. അതുമ്പോഴേക്കും കുറച്ച് വലുതായി പഴങ്ങളൊക്കെ ആയി ഒടുങ്ങി. ചില സ്ഥലത്ത് നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നതുണ്ട് കേട്ടോ. അത് നോക്കിയാൽ നല്ല വള്ളി ഊഞ്ഞാല് കണ്ട. വള്ളി ഊഞ്ഞാലിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്. പണ്ടത്തെ കാളവണ്ടിയില്ലേ, കാളവണ്ടിയിൽ യാത്ര ചെയ്യണതാണ് അവരെ കാണിക്കുന്നത്. നോക്കിയേ എന്താ, ഒരാൾ കാളവണ്ടി ഓടിക്കുന്നു, രണ്ടുപേരും എൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ 4ാം ഭാഗം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും.
അപ്പോൾ ചെയ്യാത്തവരെല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.